എന്തായാലും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ചർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ ചർച്ചയായെന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ സർക്കാർ അനൌദ്യോഗിക സന്ദർശനമായിരുന്നു ധനമന്ത്രിയുടേത്. ഇത് തീർത്തും അനൌദ്യോഗികമായിട്ടുള്ള ഒരു സന്ദർശനമെന്ന് മാത്രമാണ് വിശദീകരിക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ പ്രധാനപ്പെട്ട നിരവധി ആവശ്യങ്ങൾ, വയനാട്, അതുപോലെ തന്നെ ആശാസമരം, വിഴിഞ്ഞം അടക്കമുള്ള വിഷയങ്ങൾ ഈ ചർച്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അനുകൂലമായ ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊരു ആവശ്യം കൂടി മുഖ്യമന്ത്രി ഉന്നയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം വയനാടുമായി ബന്ധപ്പെട്ട് ഇതുവരെ 523 കോടി രൂപയുടെ വായ്പാ രഹിത ഇനം മാത്രമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമയപരിധി കൂടി കേന്ദ്രം നിശ്ചയിച്ചിരുന്നു. ഇതിൽ കൂടുതൽ സമയം അനുവദിക്കുന്ന ഒരു ആവശ്യം ഇന്നത്തെ ചർച്ചയിൽ കൃത്യമായി ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കടമെടുപ്പ് പരിധി, അതുപോലെ തന്നെ വിഴിഞ്ഞം, ഇത്തരത്തിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ചർച്ചയിൽ ഇത്തവണത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും അനുകൂലമായ നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഡൽഹി കേരള ഹൗസിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ യോഗത്തിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച 50 മിനിറ്റാണ് നീണ്ടുനിന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ എംപിമാർക്കും ഒരു അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു. ഈ അത്താഴ വിരുന്നിന് പിന്നാലെ അവർ പ്രതികരിച്ചത് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ സന്തോഷ് കുമാർ, ഈ സംസ്ഥാനത്തിന് തരാനുള്ളത് മുഴുവൻ തന്നു, ഒരു രൂപ പോലും കുടിശ്ശികയില്ല, കുറച്ച് അധികവും തന്നു എന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതേസമയം ഞങ്ങൾക്ക് കിട്ടാനുള്ള പണത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞ് സംസ്ഥാനവും കണക്ക് അവതരിപ്പിക്കുന്നു. ഇതിൽ ഒരു വ്യക്തതയുടെ പ്രശ്നം ഇപ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടല്ലോ, ഇല്ലേ? കേന്ദ്രം ബോധപൂർവം ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പാണ്. ലോക്സഭയില് ഈ വർഷം ഫെബ്രുവരി 7-ാം തീയതി 866-ാമത്തെ ചോദ്യത്തിന് നൽകിയിരിക്കുന്ന ഉത്തരം ഈ NHMുമായി ബന്ധപ്പെട്ട ഫണ്ടിങ്ങിനകത്താണ്. അതിനകത്ത് തന്നെ കേന്ദ്രം പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട് പണം കൊടുക്കാനുണ്ടെന്ന്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ കോട്ട് ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സംസ്ഥാനവുമായിട്ട് ഒരു അപ്രഖ്യാപിത യുദ്ധം തന്നെ കേന്ദ്രം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിനകത്ത് ഇന്നത്തെ കൂടിക്കാഴ്ചയോട് കൂടിയിട്ടൊക്കെ കുറച്ച് സാഹചര്യങ്ങൾ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങള് ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പോൾ കൃത്യമായ കണക്കും ധാരണയും വെച്ചാണ് പറയുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള സമീപനം മാറ്റിയേ തീരൂ. അതൊരു ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. അത് ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ആവശ്യമാണ്. ജനങ്ങളെ വെറുതെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയാണ് കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും പ്രത്യേകിച്ച് ഓരോ കണക്കുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ശരി, എന്തായാലും ശരി, താങ്ക് യു ശ്രീ സന്തോഷ് കുമാർ. എന്തായാലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ വിശദീകരണത്തോട് ഒരു നിലയ്ക്കും യോജിക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. ഇന്നിപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി 3/4 മണിക്കൂറിലധികം നീണ്ട ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ഉറപ്പുകൾ സർക്കാരിന് ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ നിരന്തരമായി ഉന്നയിക്കുന്ന ധനപ്രതിസന്ധി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നമ്മളോട് സ്വീകരിക്കുന്ന ധനപരമായ വിഷയത്തിൽ സ്വീകരിക്കുന്ന വിവേചന സമീപനം, ഈ കാര്യത്തിലൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ, അതിന്മേൽ എന്തെങ്കിലും ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഒരുപക്ഷെ പിന്നീട് വിശദീകരിച്ചേക്കുമായിരിക്കും. അദ്ദേഹം ഇപ്പോൾ ധനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CPIM-ന്റെ PB യോഗത്തിൽ പങ്കെടുക്കാൻ AKG ഭവനിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.